ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഈ ഒരു കളർ കോംബോ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർക്ക് വന്നിട്ടുള്ള ഗോൾഡൻ യെല്ലോ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ഫ്രോക്ക് തയ്ച്ചെടുക്കാനാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് ആപ്റ്റായിട്ട് സെയിം കളറിൽ നെറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ 2-3 ഷോപ്പിൽ കയറിട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു സെയിം കളർ കിട്ടിയില്ല. ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു കളറായിരുന്നു. ഈ ഒരു മെറ്റീരിയൽ ഞാൻ മൽച്ചന്തേരിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു സീക്വൻസ് വർക്കൊക്കെ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊരു പീച്ച് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലൈറ്റായിട്ടൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു പീച്ച് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു യെല്ലോ ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ ചെയ്തെടുക്കാം എന്നുള്ളതിലാണ് ഞാൻ പിന്നെ പീച്ച് കളർ നെറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് വന്നിട്ടുള്ളത് മൽച്ചന്തേരിയിലാണ്. അതിലേക്ക് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക്കായിട്ടാണ് പീച്ച് 2 സൈഡിലും ആണ് ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ഞാൻ 5 മീറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിലേക്ക് മാച്ചിങ് ആയിട്ടൊരു ക്രേപ്പിൻ്റെ ലൈനിങ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 സൈഡിലേക്കും നല്ല ഫ്ലെയറിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 5 മീറ്റർ അത്രത്തോളം ഞാൻ ആ 2 സൈഡിലും നല്ല ഞൊറിവോടെ ഉണ്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ 2 കളർ കോംബോ ആണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് പിൻട്രസ്റ്റിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡിസൈനുകൾ ഈ 2 കളറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനായിട്ടും എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കോംബോ പരീക്ഷിച്ച് നോക്കാം ഒന്നും കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക് മൽച്ചന്തേരിയാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി വർക്കും സീക്വൻസും ബീഡ്സ് വർക്കൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ ഒരു പീസ് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഞാനിതുപോലെ ഇപ്പോൾ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4ആയിട്ട് ഞാനിതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്തൊക്കെ എത്ര കിട്ടുന്നത് നോക്കാം. അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ അളന്നെടുത്തപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ച് ഒരു ഭാഗത്ത് കേട്ടോ 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തില്ലേ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്തും കൂടെ ഒന്ന് നോക്കാം. എനിക്കിവിടെ 41 ഇഞ്ചസാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് 34 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു മുകൾ സൈഡിൽ കുറച്ചൊരു വർക്കില്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 5 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ വർക്ക് ഇല്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ലൈനിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ യോക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു യെല്ലോ പാർട്ട് താഴെ വരെ ആ ഒരു ഫ്രണ്ടിൽ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇനി ഷോൾഡറിന് വേണ്ടിയിട്ട് 5 ഇഞ്ചസാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് 5 ഇഞ്ചസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഷോൾഡറിൻ്റെ വിടുത്ത് വരിക 10 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഒരു ലെങ്ത് ആയിട്ട് ഇതുപോലെ ഒരു 5.5 ഇഞ്ചസും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ട് കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഒരു മെഷർമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ആ ഒരു യോക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാനിവിടെ 11 ഇഞ്ചസിലാണൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് 2 സൈഡിലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലൊരു ലൈന് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് കിട്ടാനായിട്ട് ഒരു 11 ഇഞ്ചസിലാണ് ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് 2 സൈഡിലും നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ഫ്രില്ല് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം കൂടെ ഇതിക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈന് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 11 ഇഞ്ചസിലാണ് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് 11 ഇഞ്ചസിലാണ് കേട്ടോ.
ഇനി നമുക്ക് ഫുൾ ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ചസാണ്. അതിലേക്ക് 2 ഇഞ്ചസും കൂടി സീം അലവൻസിന് കൂട്ടിയിട്ട് ഞാനൊരു 34 ഇഞ്ചസ് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞാനിതുപോലെ ഒരു ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗം. ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്തെടുക്കാനൊന്നുമില്ല. ഇനി താഴേക്ക് നമുക്ക് ഇനി മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു മിഡിലൊരു ലൈനായിട്ട് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കവിടെ ഒരു 7 ഇഞ്ചസാണ് കിട്ടേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് സൈഡിലും 1/2 ഇഞ്ചസും കൂടി തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ചസാണ് കേട്ടോ. ഒരു സൈഡിൽ 4 ഇഞ്ചസാണ്. അപ്പോൾ 2 സൈഡിലും കൂടി ആകുമ്പോൾ നമുക്ക് 8 ഇഞ്ചസ് കിട്ടും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സീം അലവൻസൊക്കെ പോയിട്ട് വരുമ്പോൾ അതൊരു 7 ഇഞ്ചസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ താഴെ വരെ നമ്മുടെ യോക്കിൻ്റെ അവിടെ നിന്ന് താഴെ വരെ എത്രയാണോ ഫുൾ ലെങ്ത്ത് അതുവരെ ഞാൻ ഈ ഒരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അതും ഒരു ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിലല്ലേ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു കർവിലാക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ചെസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് ടോട്ടൽ വിഡ്ത്ത് 22 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഇതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഭാഗത്ത് 5.5 ഇഞ്ചസൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് 20 ഇഞ്ചസാണ്. അവിടെ നമുക്കൊരു 5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ നമുക്കൊരു 1.5 ഇഞ്ചസും കൂടി സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് 2 പീസ് ഉണ്ട് കേട്ടോ, ബാക്കിലും ഫ്രണ്ടിലും ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് എത്ര കിട്ടുന്നതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഫുൾ ലെങ്ത്തും എല്ലാം ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സെയിം പോലെയാണ് കേട്ടോ. നമുക്ക് ബാക്കിൽ ഇതുപോലെ വേണ്ടെങ്കിൽ നോർമലായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡിലും ഒരുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ്ങും സെയിം മെഷർമെൻറ്റ്സിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു പീസിനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലേക്കും അത്യാവശ്യം നല്ല ഫ്ലെയറിൽ നിൽക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ലൈനായിട്ടേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രോക്കാണ്, അത്യാവശ്യം നല്ല ഫ്ലെയറിൽ നിൽക്കണം. അതുപോലെ തന്നെ 5 മീറ്റർ ഫാബ്രിക് ഞാൻ നെറ്റിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുമ്പോൾ നമുക്ക് 2 സൈഡിലും എടുക്കേണ്ട ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു കർവായിട്ട് എടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് താഴേക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് അതൊന്ന് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 23 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ഇഞ്ചസ് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ 6 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഭാഗം നമുക്ക് ഞൊറിവ് ഇട്ടിട്ട് എടുക്കാനാണ്. ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കർവായിട്ട് വരുന്ന ഒരു ഷേപ്പ്, അത് ഞാൻ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ എക്സ്ട്രാ എടുക്കുക, അല്ലാതെ നമ്മൾ ആ സൈഡിലേക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുകയാണെങ്കിൽ 2 സൈഡിലും നമുക്ക് വീതി ഉണ്ടാവില്ല കേട്ടോ, ഫാബ്രിക്കിന് വീതി ഉണ്ടാവില്ല ഫ്രോക്ക്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം 2 സൈഡിലും നല്ല വിടുത്ത് തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഞാൻ 2 സൈഡിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഹിപ്പിൻ്റെ 2 സൈഡിലും ചെറിയ കർവായിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കർവ് ഞാൻ ഈ ഒരു ലൈനിങ് പീസിലും സൈഡിലേക്കുള്ള പീസിലും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 5 മീറ്റർ നെറ്റാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 49 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പകുതിയാക്കി കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഭാഗത്ത് 24.5 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ലൈനിങ് പീസ് 25 ഇഞ്ചസും ആയിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്കിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് ഞാനിവിടെ 2 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ചസാണ് എനിക്ക് ടോട്ടൽ വിടുത്ത് വേണ്ടത്. അപ്പോൾ ആ 2 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഞാനൊരു 1/4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പറയാം. നെക്കിൻ്റെ ഡീപ്പായിട്ട് 3.5 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് പോയാൽ 3 ഇഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 5 വയസ്സായ കുട്ടികളല്ലേ, അപ്പോൾ അത്രയും നെക്കിൻ്റെ ഡീപ്പ് മതി കേട്ടോ. ഇനി ചെറിയൊരു കർവായിട്ടും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തില്ലേ അതിലൂടെ അല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നെക്കിൻ്റെ വിടുത്ത് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ ആയിരിക്കും ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്കാക്കിയിട്ട് നല്ല വശത്തിന് മുകളിൽ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 സൈഡിലൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഞാൻ 2 ഇഞ്ചാണ് ഡെപ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് തലഭാഗം കൊള്ളാനൊന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് ഹുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സിബൊക്കെ കൊടുത്തിട്ട് വേണം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതാ നെക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം മറിച്ചിട്ടെടുക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ എഡ്ജിലൂടെയും ഒരു സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ഫാബ്രിക് നീങ്ങി പോകാതിരിക്കാനൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയും നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ട് ക്രോസ് കട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു ലൈനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് ഈസി ആയിട്ട് കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് സിബ് എന്തെങ്കിലും എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരു സ്റ്റിച്ചിനെ ലൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗവും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ചിട്ടോ ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ച് എല്ലാ സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങനെ ലൈനിങ്ങുമായിട്ട് പതിഞ്ഞൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ഇതാ ഇതിൻ്റെ ചുറ്റുഭാഗവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഞാൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഷോൾഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ഭാഗം ചെയ്യേണ്ടത്. അപ്പോൾ ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഈ നല്ല വശവും ഒരുപോലെ വരുന്നത് പോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും ഉള്ളിലേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അവിടെ ഒരു പിൻ ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഷോൾഡർ നമുക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡിലും ഞാൻ സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നേരെ ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ അതാ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉൾഭാഗം നമുക്ക് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ ചെസ്റ്റും വേസ്റ്റിൻ്റെ ഏരിയ ഉണ്ടല്ലോ അതാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒരു സൈഡിൽ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എനിക്കിവിടെ 22 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഒരു 11-11.5 ഇഞ്ചസാണ് അവിടെ കിട്ടേണ്ടത്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലും ഒരു 10 ഇഞ്ചസാണ് എനിക്ക് വേണ്ടത്. അതും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്നതൊക്കെ നമുക്ക് തയ്യൽ തുമ്പായിരിക്കും. അത് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കുറക്കൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിലേക്ക് നമ്മുടെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ നെറ്റ് അത്രയും നമ്മൾ 5 മീറ്ററാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 മീറ്ററിന് ഞാൻ ഹാഫ് ആക്കിക്കാണ്, ടോട്ടൽ ലെങ്ത്തിന് ഹാഫ് ആക്കിക്കാണ്. അപ്പോൾ രണ്ട് സൈഡിലും 5 മീറ്റേഴ്സ് നമുക്ക് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് നമുക്ക് ഈ ഒരു പീസിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ആ കർവ് വരുന്ന ഏരിയ വരെ നമ്മൾ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കർവ് വരുന്ന ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഈ ഒരു ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത്രയും ഭാഗം നമ്മൾ ഞൊറിവ് ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഈ 5 മീറ്റർ മുഴുവനായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഞൊറിവിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ഒന്ന് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗം മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം പ്ലേറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 5 മീറ്റർ മുഴുവനായിട്ട് വേണമെന്നൊന്നുമില്ല. നമുക്ക് എത്രയാണോ ഞൊറിവ് വേണ്ടത് അതിനനുസരിച്ച് മീറ്റർ നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. 3 മീറ്ററൊക്കെ എടുത്താലും അത്യാവശ്യം നല്ല ഞൊറിവ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത്രയും ഭാഗം ഞാൻ ഞൊറിവിട്ട് എടുത്ത് ഇനി ഈ ഒരു പീസിനെ എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടെ ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ നൂല് വലിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ സൈഡിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് നമുക്ക് നേരിട്ട് ഇനി ആ സൈഡിലേക്കൊന്ന് കർവ് എവിടെ സ്റ്റാർട്ട് ചെയ്യണത് അത് മുതൽ നമുക്ക് ആ കർവിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിലും ഞാൻ ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.